അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിരിസത്തെ മോമിനിങ്ങളെ, ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചമ്മ ആൾമാർ കാത്തോണ്ടുള്ള എനിക്കത്തെ ചമ്മ ആൾമാർക്ക് യൂസ്ഫുൾ ആവുന്ന എനിക്കത്തെ ഒരു വീഡിയോ ആയിട്ടിരിക്കണം. ഞങ്ങളുടെ കൂട്ടത്തില് ചമ്മ ആൾമാരും കടയുള്ള ആൾമാറായിട്ടിരിക്കും. കടയില്ലാത്തവൻ ഒരു ഉറുപ്പ പോലും കടയില്ലാത്ത ആരെങ്കിലും നോക്കിയെങ്കിൽ ഭാരി കുറോടിയായിട്ടിരിക്കും. വലിയ ബിസിനസ്മാൻമാരായിട്ടുണ്ടെങ്കിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കട നിൽക്കും. നോർമൽ ആൾമാരായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മക്കളെ മങ്ങിലാക്കിയതിന്റെ പേരിലും അകാക്കിയതിന്റെ പേരിലും അല്ലെങ്കിൽ മക്കളെ ഇത്തരം കാര്യങ്ങളുടെ മേലിലും അല്ലെങ്കിൽ ബന്ധമായി കട ഉള്ള ആൾമാരായിരിക്കും. കട ആക്കിയെങ്കിൽ റബ്ബേ കട ഒന്ന് കൊടുത്തിട്ടൊന്ന് ക്ലിയർ ആവണം, അതൊന്ന് വീട്ടിട്ട് ഒന്ന് സലാമത്താവണം വെച്ചാൽ ആഗ്രഹിക്കുക. അങ്ങനെ ആശപ്പെട്ട എനിക്കത്തെ ചമ്മ ആൾമാരായിരിക്കും ഞങ്ങളെ കൂട്ടത്തിലുള്ളൂ. അപ്പൊ അങ്ങനെ എല്ലാവർക്കും ഒരു പരിഹാരം ഈ കടാണ്ടുള്ളത് ഞങ്ങളെ നെമ്മതിരമേ ഇല്ലാണ്ടാക്കി കളയാൻ എനിക്കത്തെ ഒരു സാമാനം. അപ്പൊ അതിനെ തൊട്ട് സലാമത്താവുക നമുക്കൊരു സൊല്യൂഷൻ ഉണ്ട്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്കത് പഠിപ്പാട്ടി തന്നത്. അതായിട്ട് ഇന്നത്തെ ഈ വീഡിയോയിൽ ചൊല്ലാൻ ഉദ്ദേശിക്കുന്നത് അല്ലാഹു തആല ഞങ്ങൾ എല്ലാരെയും കട വീട്ടി തരുമാറാകട്ടെ. എത്രയും വേഗ വീട്ടുകളിലെ തെരു അല്ലാഹു തആല മുട്ടാക്കി തരുമാറാകട്ടെ. കട വെച്ച് മരിക്കരുത് ചെന്നത് അത് വലിയ ഒരു ഡേഞ്ചർ വിഷയമായിട്ട് കട ഉള്ള മയ്യത്തുക്ക് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഇമാം നിന്നോണ്ടില്ലാതെ ചെന്നിട്ടായിട്ട് സ്വഹീഹ് ആയ ഹദീസിലെ കിതാബിലുള്ള കാണുന്നുണ്ടല്ലോ. അതുകൊണ്ട് പിരിസത മോമിനിങ്ങളെ കട എടുത്തങ്ങ് വേഗ വീട്ടുള്ള ഒരു മനസ്സ് നമുക്ക് ഫസ്റ്റ് വേണം. പിന്നെ ഉള്ള തെരുവായിട്ട് ഞാൻ ചൊന്നു വന്നത് സ്വഹാബത്തിന്റെ കൂട്ടത്തില് ഒരു ചമ്മ കടയിന്റെ അണിക്കത്ത ഒരു സ്വഹാബിയായിട്ട് സയ്യിദുനാ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. ആ മുആദ് റളിയല്ലാഹു അൻഹു ഒരു മുസ്ലിം അല്ലാത്ത ഒരു അമുസ്ലിമായ ഒരു പൈസക്കാരനെ മുട്ട പോയിട്ട് ഒരു എമൗണ്ട് കടയെടുത്തിട്ട് ചെന്നതുപോലെ ആ ഉദ്ദേശിച്ച ടൈം കൊടുക്കുകയില്ല. മസ്ജിദുൻ നബവിക്ക് പോകേണ്ട തെരുളായിട്ടിരിക്കണം, മദീനത്തെ പള്ളിക്ക് പോകേണ്ട തെരുളായിട്ടിരിക്കണം. ഈ മനുഷ്യർ അകവുള്ളത്, ഈ അമുസ്ലിമായ മനുഷ്യർ അകവുള്ളത്. മുആദ് തങ്ങൾ ആ തെരുൾ കൂടി പോയെങ്കിൽ പള്ളിക്ക് പോയെങ്കിൽ ഈ മനുഷ്യ മുആദ് തങ്ങളെ പിടിച്ചിട്ട് കട കൊടുക്കാതെ മേലെ അവിടെ ഡെപ്പാട്ടോ സാധ്യത ഉണ്ട്. അതിനെ പേടിച്ചിട്ട് മുആദ് റളിയല്ലാഹു അൻഹു പള്ളിക്ക് പോയിട്ടില്ല. എത്രത്തോളം ചെന്നത് ഒരു ജുമുഅ നിസ്കാരത്തിന് വരെ പോയിട്ടില്ല. പോവാത്ത അവസ്ഥ കാണുമ്പോൾ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുആദിനെ വിളിച്ച് കേൾക്കുന്നത്, ഓ മുആദേ എന്താ നീ പള്ളിക്ക് വരാത്തോ? ആ ടൈമിൽ മുആദ് തങ്ങൾ ചെന്നതായിട്ട് നബി എനക്ക് ചമ്മ കട ഉണ്ട്, ഇന്ന് ഈ മനുഷ്യൻ ആ കട കൊടുക്കുന്നുണ്ടോ? ഞാൻ കൊടുക്കുമല്ല, പൈസ ഇല്ല നബിയെ, ഇനി ഞാൻ എന്തൊരാക്കട്ട്, ഈ മനുഷ്യൻ എന്നെ പിടിക്കൂടി പേടിച്ചിട്ടായിരിക്കണം ആ പള്ളിക്ക് വരാത്ത ചെന്നപ്പ മുത്ത് നബി ആ മുആദ് തങ്ങൾക്ക് ഒരു സൊല്യൂഷൻ ചെന്ന് കൊടുത്തത് സ്വഹീഹുൽ ബുഖാരി അടക്കമുള്ള കിതാബിൽ കണ്ടുകൊണ്ടുണ്ടോ എന്ന് ചെന്നെങ്കിൽ മുആദ് തങ്ങളെ വിളിച്ചിട്ട് മുത്തനബി ചൊല്ലു, ഖുൽ യാ മുആദ്, മുആദേ നീ ചൊല്ലണു. എന്തിനു ചൊല്ലണു? സൂറത്തു ആല ഇമ്രാന്റെ ഈ രണ്ട് ആയത്ത് എപ്പോഴും ഓതുറങ്ങത് കട അല്ലാഹു തആല വേഗ വീട്ടി കൊടുക്കൂ, കട ഇല്ലാണ്ടാക്കൂ. അറ്റ്ലീസ്റ്റ് 5 വക്ത് നിസ്കാരം കഴിഞ്ഞിട്ട് ദിക്റും ദുആ എല്ലാം കഴിഞ്ഞ പിന്നെങ്കിലും ഈ രണ്ടായത്ത് 5 വക്ത് നിസ്കാരം കഴിഞ്ഞിട്ടും ഓരോർക്ക നിങ്ങൾ ചൊന്നെങ്കിൽ ഞങ്ങളെ കടങ്ങൾ അല്ലാഹു തആല എത്രയും വേഗം വീട്ടി തരൂ. അല്ലാഹു ആ നില തരുമാറാകട്ടെ. അപ്പൊ സൂറത്ത് ആൽ ഇമ്രാന്റെ ഈ ആയത്ത് ഓതുരങ്ങ് ഞങ്ങളെ കടങ്ങളെല്ലാം അല്ലാഹു തആല വീട്ടി തരൂ. ഏതാ ആയത്ത്? നിങ്ങളുടെ ഡിസ്പ്ലേയിൽ കണ്ട പോലെ എല്ലാവരും ഒന്ന് ചൊല്ലണം. ഖുലില്ലാഹുമ്മ മാലികൽ മുൽകി തുഅ്തിൽ മുൽക മൻ തശാഅ വ തൻസിഉൽ മുൽക മിമ്മൻ തശാഅ വ തുഇസ്സു മൻ തശാഅ വ തുദില്ലു മൻ തശാഅ ബിയദികൽ ഖൈർ إنك على كل شيء قدير تولج الليل في النهار وتولج النهار في الليل وتخرج الحي من الميت وتخرج الميت من الحي وترزق من تشاء بغير حساب. ഈ രണ്ടായത്ത് എപ്പോഴും ഞങ്ങൾ ചൊല്ലണം. അറ്റ്ലീസ്റ്റ് എല്ലാ നിസ്കാര കഴിഞ്ഞിട്ട് 5 വക്ത് നിസ്കാരം കഴിഞ്ഞിട്ട് ദിക്റും ദുആല കഴിഞ്ഞ പിന്നെ ഇത് ഓതുற ആൾമാർക്ക് എല്ലാവർക്കും കട വീട്ടി തറു ചൊന്നിട്ടായിട്ട് ഹദീസ് നമുക്ക് പഠിപ്പാട്ടു. അപ്പൊ മുത്തുനബി മുആദ് തങ്ങൾക്ക് പഠിപ്പാട്ടിട്ട് ആകുമ്പോ മുആദ് തങ്ങൾ ഇത് ചൊല്ലു തുടങ്ങിയിട്ട് വേഗ കടല്ല വീടുകളിൽ തെരുമുട്ടായിട്ട്. അപ്പൊ ഞങ്ങൾ കൂട്ടത്തിൽ കട കൊണ്ട് ബേജാറാണ്. നമുക്ക് എത്ര ആൾമാരുള്ളാറ് എല്ലാവർക്കും ഉള്ള ഒരു പരിഹാരമായിട്ടിരിക്കുന്നത്. എത്ര വലിയ കടമായിട്ടിക്കും കടാക്കാത്ത പോലെ ജാഗ്രത ആക്കണോ, ആയിട്ടിക്കും എന്തിനാക്കണോ?
ഇത്തരത്തിലുള്ള ഒന്നാമത്തെ ഞങ്ങൾക്ക് കടവീട്ടുള്ള മനസ്സ് വേണം, രണ്ടാമത്തെ ഇത്തരത്തിലുള്ള ആത്മീയമായ തെളിവ് ഞങ്ങൾ പിടിക്കണോ. അള്ളാഹു ആർക്കണോ. അള്ളാഹു താല ഞങ്ങൾ എല്ലാരെയും നല്ല രൂപത്തിൽ കടങ്ങളെല്ലാം വീട്ടിൽ തരുമാറാകട്ടെ. ഒരു ഉറുപ്പ പോലും ബാക്കി വെക്കാതെയുള്ള മൗത്ത് അള്ളാഹു താല ഞങ്ങൾക്ക് തന്നിട്ട് ഞങ്ങൾ എല്ലാരെയും അള്ളാഹു താല അസ്ഹാബുൽ യമീന്റെ കൂട്ടത്തിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.